നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്തിനാണ് അവളെ ഇങ്ങനെ കളിയാക്കുന്നത്? ചുമ്മാ ഒരു രസമല്ലേച്ചാ. ആ അപ്പോ മറ്റന്നാ രാത്രി എല്ലാരെയും വിളിച്ചു വരുത്തി വമ്പൻ പരിപാടി. കോർഡിനേറ്റഡ് ബൈ സന്ദീപ്. ഓ അപ്പൊ കോളായത് തന്നെ. ചേച്ചി എന്തേ മാറി നിന്ന് ആലോചിക്കുന്നത്? അല്ല, അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് ആലോചിക്കാനല്ലേ അറിയൂ, അത് നടപ്പിലാക്കാൻ അറിയില്ലല്ലോ. ആലോചിക്കുന്നതൊക്കെ നമ്മളും ചെയ്യുന്നതൊക്കെ ആ അർച്ചനയും സന്ധ്യയും നന്ദനും. അവസാനം വയസ്സായി മരണക്കിടക്കയിലും നമുക്ക് ഇത് തന്നെ ആവും അവസ്ഥ. ദേ, പിറന്നാൾ ആഘോഷം വരുന്നുണ്ട്. ഇനി അതിന്റെ കുറവേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതും കൂടി ആവുമ്പോ എല്ലാം തികഞ്ഞു. തക്കം കിട്ടുമ്പോഴൊക്കെ ആ നന്ദനും അർച്ചനയും ചേച്ചിയെ പരിഹസിക്കുന്നുണ്ട്. എല്ലാവരുടെ മുന്നിൽ അപഹാസ്യാവുന്നുണ്ട് എന്റെ ചേച്ചി. ഇനി എത്ര നാളുകൂടി ഇങ്ങനെ അവരുടെ കളിപ്പാവിയായി നിൽക്കാനാ ചേച്ചിയുടെ ഉദ്ദേശം? നീ കുറെ നേരം ആയല്ലോ നിന്ന് പ്രസംഗിക്കുന്നു. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? അത് പറ. നാളെ കഴിഞ്ഞ മറ്റന്നാള് ആ മാഷും കമലയൊക്കെ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരും. എല്ലാരും കൂടി ഒത്തുചേരുന്നതാ എന്റെ പ്രശ്നം. ചേച്ചിക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റും, പറ്റുമെന്നേ. ദയാനന്ദ മാഷും കമലയിടത്തെയൊക്കെ ഇവിടെ വരുന്നത് എനിക്കും ഇഷ്ടമല്ലാത്ത കാര്യം തന്നെയാ. ഇത്തവണത്തേക്കും കൂടെ അവർ വരട്ടെ. അതെന്താ ഇത്തവണത്തേക്ക് കൂടി? അതിനു മുൻപേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റിയാലും ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവരെല്ലാം ഒരുമിച്ച് നന്ദന്റെ പിറന്നാൾ ആഘോഷിക്കട്ടെ. പിന്നെ ഈ കൂടിച്ചേരലിനൊരു പ്രത്യേകതയുള്ളത് ഇവിടെ വരുന്നവരാരും തിരിച്ചു പോവില്ല എന്നുള്ളതാ. ആ കൊള്ളാം. ഇനി ആ മാഷിനെയും കമലയും മകൻ അനൂപിനെയൊക്കെ ഇവിടെ കയറ്റി താമസിപ്പിക്കാനാണോ ചേച്ചി ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇവിടെ ഉള്ളതിനെ കൊണ്ട് തന്നെ പോർതി മുട്ടിയിരിക്കുക. നമ്മളല്ല 9 ലക്ഷം രൂപ കൊടുത്തതെന്നറിഞ്ഞ് എന്തിനു തയ്യാറായി നിൽക്കുക മീര? ആരും തിരിച്ചു പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ താമസിപ്പിക്കാൻ പോകുന്നല്ല. പിന്നെ നന്ദന്റെ പിറന്നാൾ ദിവസം തന്നെയാ എല്ലാവരുടെയും മരണ ദിവസം. എന്നെയും നിന്നെയും ഇഞ്ചിഞ്ചായി കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയ എല്ലാവരുടെയും ജീവൻ നേരത്തെ നമുക്കങ്ങ് എടുക്കാം. അവരായി തുടങ്ങി വെച്ച കളി നമുക്കങ്ങ് അവസാനിപ്പിക്കാം. പിന്നീട് എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ കരുതി വെച്ചതൊക്കെ മറ്റന്നാ ചെയ്യാമെന്നാണോ ചേച്ചി പറഞ്ഞു വരുന്നത്? അതെ, മറ്റന്നാൾ തന്നെയാണ് അവന്തികയുടെ കാത്തിരിപ്പ് അവസാനിക്കുന്ന ദിവസം. സേതുമാധവനും മക്കളും അവരുടെ രക്തബന്ധങ്ങളും എല്ലാം എന്റെ കൈകൊണ്ട് മരിക്കുന്ന ദിവസം. ഉടലിൽ നിന്ന് ജീവൻ പോയ ശേഷം ചലനമറ്റ് കിടക്കുന്ന എല്ലാവരെയും നോക്കി ഈ നെല്ലിശ്ശേരി വീട് കുലുങ്ങുമാറി എനിക്കൊന്ന് ആർത്ത് പൊട്ടിച്ചിരിക്കണം. അവിടെയാണ് മരണപ്പെട്ട എന്റെ അച്ഛന്റെ ആത്മശാന്തിയും ജീവിച്ചിരിക്കുന്ന എന്റെ ആത്മസംതൃപ്തിയും. നാളെ ഒരു ദിവസം, ഒരേ ഒരു ദിവസം കൂടി മാത്രം ആയുസുള്ള ഇവിടെയുള്ളവരെ നമ്മളെ കൊണ്ട് സന്തോഷിപ്പിക്കാനാവുന്ന വിധത്തിലൊക്കെ സന്തോഷിപ്പിക്കണം. ചേച്ചി, നമ്മൾ രണ്ടുപേരെ കൊണ്ട് ഇത്രയും പേരെ എന്ത് ചെയ്യാൻ പറ്റും? എന്താ ചേച്ചി ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശമൊക്കെ ഞാൻ പറയാം. നീ നിന്റെ സാധനങ്ങളൊക്കെ ഇപ്പോഴേ പാക്ക് ചെയ്ത് വെച്ചോ. പാക്ക് ചെയ്യാനോ? ഞാനിവിടെ പോവാൻ? നീ മാത്രമല്ല പോകുന്നത്, നമ്മൾ രണ്ടുപേരും കൂടെയാ. സേതുമാധവൻ എന്ന കിഴവൻ മുതൽ ആവണി എന്ന കുരുന്നിനെ വരെ ഒരേ ചിതയിലിട്ട് കത്തിച്ചിട്ട് നെല്ലിശ്ശേരിയിലെ എല്ലാ സ്വത്തുക്കളും കൈക്കലാക്കി നമ്മൾ ഈ രാജ്യം വിട്ടു പോവും. നല്ലതൊന്നും തരാത്ത ഈ നശിച്ച നാടിനെ ഉപേക്ഷിച്ച് നമുക്ക് മറ്റൊരു നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കാം. അതിനുശേഷം ഞാനും നീയൊക്കെ ശരിക്കും ജീവിക്കാൻ പോകുന്നേ.
നീ ഒരു കാര്യത്തിലും ടെൻഷൻ ആവണ്ട, എല്ലാം ചേച്ചി ചെയ്തോളാം. നിങ്ങൾ ഓരോരുത്തരും ചെയ്യാൻ പോകുന്ന പരിപാടികൾ എന്താണെന്ന് എന്നോട് പറയേ. ഞാൻ പാട്ടും പാടും ഡാൻസും കളിക്കും. ആ എനിക്ക് നല്ലൊരു ഡാൻസ് കളിക്കണം. ഈ അവസ്ഥയല്ലോ ആ നീ പാട്ട് പാടിയാ മതി. ആ അതെ, ആതിര പാട്ട് പാടിയാ മതി. എന്താ അതിന്? ആ ഇനി മീരേച്ചി പറയും. ഞാൻ എന്തിനു റെഡിയാണല്ലോ. എനിക്കാണെങ്കിൽ പാട്ടും അറിയില്ല, ഡാൻസും അറിയില്ല. പിന്നെ എന്ത് ചെയ്താലെന്താ? ആ സച്ചേട്ടനും ഏട്ടത്തി നല്ലൊരു ഡാൻസ് കളിക്കും. അത് വേണം, അത് വേണം. ഡാൻസോ? ഞാനോ? ആ അപ്പൊ നിന്റെ കോർഡിനേഷൻ നടക്കുന്ന ഈ പ്രോഗ്രാം പൊള്ളിയെന്ന് ഉറപ്പായി. എന്തോ സച്ചേട്ടാ കളിക്ക്. അതെ, ഈ വീട്ടിലിപ്പോ എല്ലാരും വലിയ സന്തോഷത്തിലാ ഉള്ളത്. അതുകൊണ്ട് എല്ലാരും ഇതിൽ പങ്കെടുത്തിരിക്കണം. അല്ല സന്ദീപേട്ട എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ? ആ പറ. ആ അത് സസ്പെൻസ്. കേട്ടാലേ നിങ്ങൾ ഞെട്ടും, കൊണ്ടും ഞെട്ടും മോളെ. എങ്കിലും നമ്മുടെ ടീമിലുള്ള എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്താ ചെയ്യാൻ പോകുന്നു. എന്തുവാ? ഫയർ ഡാൻസ്. എന്തോന്ന് ഫയർ ഡാൻസോ? എന്തോന്ന് ഈ പയർ ഡാൻസ്? അയ്യോ ഫയർ ഡാൻസ് അല്ല എടുത്തി, ഫയർ. ഫയർ എന്ന് പറഞ്ഞാ തീ. ഓ ഫയർ. ദേ, ഇങ്ങോട്ട് നോക്കിയേ. ആ ഹോ, വായില് മണ്ണെണ്ണ നിറച്ചിട്ട് ഇങ്ങനെ തീ തൂപ്പുന്നൊരു പരിപാടിയില്ലേ? അയ്യോ വലിയ റിസ്ക് ഉള്ള പരിപാടിയാ. ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ കുറച്ച് റിസ്ക് എടുക്കാന്ന് കരുതി. സച്ചേട്ടാ, സന്ദീപേട്ടൻ ഫയർ ഡാൻസ് കളിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഫയർഫോഴ്സിനെ വിളിക്കുന്ന കാര്യം ആരെങ്കിലും നോക്കിക്കോളാം. അത് പോയില്ലേ? അല്ലെങ്കിൽ വീട് നിന്ന് കത്തും. ദേ ഞാനൊരു കാര്യം പറയാം കോർഡിനേറ്ററോട്. തീ വെച്ചുള്ള ഒരു പരിപാടിയും വേണ്ട. കേട്ടല്ലോ? ആ ഒന്നും വേണ്ട. പാട്ടോ ഡാൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. മതി മതി. എങ്കി എന്റെ കയ്യില് മറ്റൊരു ഐറ്റം ഉണ്ട്. അതെന്താ? സിനിമാ താരങ്ങളുടെ ഫിഗർ വിത്ത് ശബ്ദം. എന്റെ വൺ മാൻ ഷോ. അയ്യേ. അതെ, ഏതെങ്കിലും ഒരു നടനെ ഒന്ന് കാണിച്ചേ. ആ എന്നാ കാണിക്കട്ടെ. കാണിക്ക്. ഇപ്പൊ കാണിക്ക് വേഗം. അതല്ലാതെ കാണട്ടെ. കാണിക്കടാ. അർച്ചന പറ. എല്ലാരും ഒന്ന് കാണട്ടെ. വേഗം കാണിക്ക്. ഇതിനകത്ത് ഇപ്പൊ ആലോചിക്കാൻ എന്താ ഇരിക്കുന്നേ? ഓക്കെ ഓക്കെ ഓക്കെ. ആ അതിന് ഇവിടെ നിന്നേ. ചെല്ല്. ആ നിക്ക്, ചെല്ല്. അങ്ങോട്ട് തിരിഞ്ഞേക്ക്. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗി ആന്റിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.